നമ്മുടെ പ്രത്യേകത ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ളത് ഇൻറ്റിമസി ഇഷ്ടപ്പെടുന്നവരാണ്. സോ എല്ലായ്പ്പോഴും നമുക്ക് ഫെലോ ഹ്യൂമൻ ബീങ്സിനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ വി ടേക്ക് ഓപ്പർച്യൂണിറ്റി പെറ്റ്സും അതോടൊപ്പം പ്ലാന്റ്സും ഒക്കെ വളർത്താൻ സമയം കണ്ടെത്താറുണ്ട്. സോ എൻ്റെ ഒരു ചോയ്സ് എന്നുള്ളത് പ്ലാന്റാണ്, സസ്യമാണ്. സോ വി ക്യാൻ വീട്ടിനകത്ത് വളർത്താൻ പറ്റുന്ന സസ്യങ്ങളും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അതിൽ ഒരു നല്ല വെറൈറ്റി എന്നുള്ളത് നമ്മുടെ സ്നേക്ക് പ്ലാന്റാണ്. സോ സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് പല പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്ന് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ടോക്സിക് കാര്യങ്ങൾ എയറിൽ നിന്ന്, ഇൻഡോർ എയറിൽ നിന്ന് ഇതിന് കളയാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ലോ മെയിൻ്റനൻസ് ആണ്. മൂന്നാമത്തത് വെള്ളം കുറച്ച് മതി എന്നുള്ളതാണ്. നാലാമത്തത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരേപോലത്തെ 3 പ്ലാന്റ്സ്, അതായത് ഓൾമോസ്റ്റ് ഒരേ രീതിയിലുള്ള 3 ചെടികൾ ഞാൻ വാങ്ങിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. റൂമിനകത്ത് വളർത്തുകയാണ്. കുവൈറ്റിൽ നമുക്കറിയാം എല്ലായ്പ്പോഴും നമുക്ക് പുറത്ത് അങ്ങ് പോകാൻ പറ്റില്ല. സോ മോസ്റ്റ് ഓഫ് ദ ടൈം വിൽ ബി ഇൻസൈഡ് ദ റൂം എന്നുള്ളതാണ്. സോ ഇങ്ങനെ റൂമിനകത്ത് AC ഓണാക്കിയിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ദർ വിൽ ബി ടോക്സിക് ഗ്യാസസ് ഉണ്ടാകും. സോ അതിനെ പ്യൂരിഫൈ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ് തീർച്ചയായിട്ടും ഈ സ്നേക്ക് പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചതും വളർത്തുന്നതും. സോ ഇതിന് ഒരേ രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ് നൽകിയത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് ആഫ്റ്റർ സം മന്ത്സ് 3 രീതിയിലുള്ള വളർച്ചയാണ് കാഴ്ചവെക്കുന്നത്. സോ ഇത് പ്ലാന്റ് A ആണെങ്കിൽ ഇതിന് നമ്പർ ഓഫ് ലീവ്സ് ഓൾമോസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് യങ് ലീവ്സ് കൂടുതലാണ് എന്നുള്ളതാണ്. സോ പ്ലാന്റ് B, ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമ്പർ ഓഫ് ലീവ്സ്. സോ ഈ സ്നേക്ക് പ്ലാന്റിന് വളരെ കൂടുതൽ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നീട് നമുക്ക് പ്ലാന്റ് സിയിൽ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ ഹൈറ്റ് എന്നുള്ളത് വളരെ കൂടുതലാണ്. സോ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള 3 ചെടികൾ വാങ്ങിച്ചു. ഒരേ കാലയളവിൽ ഒരേ രീതിയിൽ ഒരേ തോതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് മെയിൻ്റനൻസ് ഒക്കെ കൊടുത്ത് വളർത്തിയ ചെടികളാണ്. പക്ഷേ സമയം കടന്നു പോയപ്പോൾ അത് 3 രീതിയിലുള്ള വളർച്ചയാണ്, അല്ലെങ്കിൽ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. പ്ലാന്റ് A ഫ്രഷ് ലീവ്സ്, പ്ലാന്റ് B നമ്പർ ഓഫ് ലീവ്സ്, ചെടിയുടെ ഇലകൾ കൂടുതലാണ്, പ്ലാന്റ് C എന്നുള്ളത് അതിൻ്റെ ലീവ്സിൻ്റെ ഹൈറ്റ് കൂടുതലാണ് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഓരോ പേഴ്സണാലിറ്റിയാണ് കാണുന്നത്. സോ ഈ കാര്യം നമുക്ക് മനുഷ്യരുടെ കാര്യത്തിലും കാണാൻ പറ്റും. സോ ഇന്നലെ കോയിൻസിഡൻ്റലി എന്ന് പറയാം ഒരു കരിയർ ഗൈഡൻസ് സെഷൻ ഉണ്ടായിരുന്നു. സോ ആ സെഷന് ശേഷം എൻ്റെ സെഷനായിരുന്നു എക്സാംപ്ലിഫൈ എന്നുള്ളത്. പക്ഷേ ആ കരിയർ ഗൈഡൻസ് സെഷനിൽ ട്രെയിനർ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓഡിയൻസ് എന്നുള്ളത് സ്റ്റുഡൻസും അവരുടെ രക്ഷിതാക്കളുമാണ്. സോ രക്ഷിതാക്കൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു രീതിയിലുള്ള യൂണിഫോമിറ്റി വെച്ചിട്ടാണ്. അതായത് മെഡിസിൻ എല്ലാവർക്കും, എൻജിനീയറിംഗ് എല്ലാവർക്കും, ആർക്കിടെക്ചർ എല്ലാവർക്കും, ലോ എല്ലാവർക്കും, അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു എന്ന രീതിയിലാണ് അവർ മനസ്സിലാക്കിയതും ചോദ്യങ്ങൾ ചോദിച്ചതും. ഈവൻ ഞാൻ എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമുക്കറിയാം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് അല്ല, എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. അതിൽ ഓരോ ആൾക്കാരും നൽകുന്ന ആൻസർ, അതിൻ്റെ എക്സാക്റ്റ് ഒരു ആൻസർ ഉണ്ടാവും. അതിന് എത്രത്തോളം മാച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവർക്ക് ഗ്രേഡും മാർക്സും കിട്ടുന്നത്. സോ ഒരു രീതിയിൽ എക്സാമിനേഷൻ എന്നുള്ളത് എല്ലാവരെയും, എല്ലാ സ്റ്റുഡൻസിനെയും ഒരേ രീതിയിൽ അളക്കുന്ന രീതിയാണ്. പക്ഷേ ഈ ചെടികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതുപോലെ കാര്യം അങ്ങനെയല്ല. ഓരോ ആൾക്കും അവരുടേതായ ഒരു ക്രൈറ്റീരിയ ഉണ്ടാകും, അവരുടേതായ ഒരു സ്റ്റൈലുണ്ടാകും, അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകും, അവരുടേതായ ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും, അവരുടേതായ പാഷൻസുകൾ ഉണ്ടാകും, അവരുടേതായ ബാക്ക്ഗ്രൗണ്ട്സുകൾ ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും അവർ വളർന്നു വരുന്നത്. സോ തീർച്ചയായിട്ടും നാം ഈ കാര്യം മറക്കരുത്. നമ്മുടെ കുട്ടികൾ വളർത്തുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടായാലും നാം വളർന്ന് മുമ്പോട്ട് പോയ കാര്യമായാലും. സോ അവർക്ക് അവരുടെ താല്പര്യം ഒരു ഫാക്ടറാണ്, അവരുടെ പാഷൻ ഒരു ഫാക്ടറാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫാക്ടറാണ്, അവർക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഒരു ഫാക്ടറാണ്, അവർക്ക് ഏത് മേഖലയിലേക്കാണോ തിരിയാൻ ആഗ്രഹം അതൊരു ഫാക്ടറാണ്. നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ
ആ കുട്ടിയെ, നിങ്ങളുടെ കുട്ടിയെ ഫിനാൻസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഫാക്ടറാണ്. അങ്ങനെ പല ഫാക്ടേഴ്സും വെച്ചിട്ടാണ് നമുക്ക് കുട്ടികളെ അവരുടെ പർട്ടിക്കുലർ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒബ്വിയസ്ലി നമ്മുടെ കുട്ടികൾ എന്നുള്ളത് ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് അവരുടെ കരിയർ കണ്ടെത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവർ അവരുടേതായ ഒരു കരിയർ കണ്ടെത്തുകയും ചെയ്യും. സോ കരിയർ എന്നുള്ളത് ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ല. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ചിലപ്പോൾ എൻജിനീയറിംഗ് പഠിച്ച ഒരാൾ മെഡിസിനിൽ എത്തിച്ചേരാം, മെഡിസിൻ പഠിച്ച ഒരാൾ ചിലപ്പോൾ ലോ റിലേറ്റഡ് കാര്യങ്ങളിൽ പോയേക്കാം, ആർക്കിടെക്ചർ പഠിച്ച ഒരാൾ ഇൻറ്റീരിയർ ഡിസൈനർ ആവാം, ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാൾ ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. കോമേഴ്സ് ഫീൽഡാണെങ്കിൽ അത് പഠിച്ച ഒരാൾ ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മൾട്ടിപ്പിൾ കാരിയേഴ്സും സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. സോ ലൈഫ് എന്നുള്ളത് ഒരു ഓപ്പൺ ബുക്കാണ്. വി ഹാവ് ടു ബി വെരി ഫ്ലെക്സിബിൾ, വി ഹാവ് ടു ബി വെരി ഡൈനാമിക്. പറഞ്ഞതുപോലെ ഈ ചെടികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം, അവയ്ക്ക് അവരുടേതായ ചില പ്രയോറിറ്റീസ് ഉണ്ട്, അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്, അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടേതായ പ്രത്യേകതകളുണ്ട്. സോ ആ പ്രത്യേകത മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ വിജയം എന്നുള്ളത്. സോ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും നമ്മുടെ ലൈഫിൻ്റെ കാര്യത്തിലും കരിയറിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു ഫീച്ചർ ഡിഫറൻസ് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. സോ ആ കാര്യം ശ്രദ്ധിക്കുന്നതിൽ കൂടി തന്നെ അതിനെ അപ്രീഷിയേറ്റ് കൂടി ചെയ്യാൻ നമുക്ക് തയ്യാറാകാം.